ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ആനുവൽ എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? അതും നമ്മുടെ സഫേദ് ഗുഡ് എന്ന കഹാനിയിലേതാണ്. എന്താണ് ചോദ്യം നോക്കൂ. ലഡ്കെ കി ഗുഡ് ഖാനെ കി ഇച്ഛ. ലഡ്കെ ആരാണ്? ആൺകുട്ടിയാണ് അല്ലേ? നമ്മുടെ സഫേദ് ഗുഡ് എന്ന കഹാനിയിലെ പ്രധാന ക്യാരക്ടറാണ് ആ ആൺകുട്ടി. ലഡ്കെ കി ഗുഡ് ഖാനെ കി, ഗുഡ് എന്താ ഓർമ്മയില്ലേ? ശർക്കരയാണ്. ഗുഡ് ഖാനെ കി ഇച്ഛ, കഴിക്കുവാനുള്ള ആഗ്രഹം. അപ്പൊ ഇച്ഛ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആഗ്രഹം. സഫൽ നഹി ഹുയി, നമുക്കറിയാം കഥയിൽ ആ കുട്ടിയുടെ ആ ആഗ്രഹം സഫലമാകുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഫൽ നഹി ഹുയി, സഫലമായില്ല. ഉസ്കെ വിചാരോങ്കോ, ഉസ്കെ വിചാരോങ്കോ, ആ സമയത്ത് അത് സഫലമാകാത്ത ആ നിരാശ ഉണ്ടായില്ലേ? അപ്പൊ അവന്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഡയറി കെ രൂപ് മേ ലിഖേ. അപ്പൊ ഇവിടെ ചോദ്യം നോക്കൂ. ഈ ഒരു വാക്ക്, ഇവിടെ വരുന്ന ഈ വാക്കാണ് നമ്മൾ ഏത് ഡിസ്കോഴ്സ് ആണ് അവിടെ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഡയറി കെ രൂപ് മേ ലിഖേ, ഇനി അതല്ലെങ്കിൽ മിത്രക്കോ പത്ര ലിഖേ എന്നൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യം വരാം. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ സെയിം ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫോർമാറ്റ് മാത്രമേ ജസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ആ ഫോർമാറ്റ് മാറ്റിയിട്ട് ഈ കണ്ടന്റ് ഒക്കെ ഇത് തന്നെ ആയിരിക്കും അല്ലേ? ആ ചാപ്റ്ററിലുള്ള ആ അനുഭവം തന്നെയല്ലേ അവൻ പത്രം എഴുതാണെങ്കിലും ഡയറി എഴുതാണെങ്കിലും എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഡയറിയിൽ ആ ആൺകുട്ടി എന്താണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് പ്രകാരം താരീഖ് കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? താരീഖ്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണെന്ന് അറിയാലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം, അതല്ലെങ്കിൽ താരീഖ് എന്ന് സൂചിപ്പിച്ചാലും മതി. എന്താണ് എഴുതുന്നത് നോക്കൂ. ആജ് മേ ബഹുത് നിരാശ് ഹൂ. എന്താണ് ആ കുട്ടി പറയുന്നത്? ഇന്ന് ഞാൻ വളരെ നിരാശിതനാണ്. ക്യുങ്കി, ക്യുങ്കി എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കണം. എന്തെന്നാൽ, നമുക്ക് എല്ലാ ആൻസറിലും എഴുതേണ്ട ഒരു വാക്ക് തന്നെയാണ്. എന്തെന്നാൽ, എന്തുകൊണ്ടാണ്? മേരെ പസന്ത് കെ, കണ്ടോ? എന്തെന്നാൽ മേരെ പസന്ത് കെ എന്നിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത്. ആരുടെ അനുഭവം? ഈ കുട്ടിയുടെ അനുഭവം. മേരെ പസന്ത് കെ സഫേദ് ഗുഡ് ദേഖ്തേ ഹി മാ സേ കഹ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സഫേദ് ഗുഡ് കണ്ടപ്പോൾ തന്നെ ആരോട് പറഞ്ഞു? മാ സേ കഹ. ഇനി ഇതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡയറിയിൽ പഠിക്കുന്ന ഇതേ സെൻറ്റൻസുകൾ ഒരു പക്ഷെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം അല്ലെ? സഫേദ് ഗുഡ് ദേഖ്തേ ഹി ബച്ചെ കിസ്സെ പൂച്ച. ആരോടാണ് അവൻ ചോദിച്ചത് അത് വാങ്ങാൻ? അപ്പോൾ നമുക്കിവിടെ ആ ആൻസർ കിട്ടിയല്ലോ. മാസേ, അമ്മയോട്. ലേക്കിൻ കോയി ഫായദ നഹി നിക്കലി. ഫായദ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷെ പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഉണ്ടായില്ല. माँ के बटुए से पैसे चुराने का ख्याल आते वक्त ही उस बुरी आदत पर क्षमा मांगा. എന്താണ് അവൻ അപ്പോൾ അവിടെ ചിന്തിച്ചത്? മാക്കെ ബട്ടുവേസെ, അമ്മ പണമില്ല എന്നുള്ള കാര്യം അമ്മയുടെ മുഖത്ത് നിന്ന് തന്നെ കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ്റെ ചിന്ത എങ്ങോട്ടാ പോയത്? അമ്മയുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചാലോ. അപ്പോൾ ബട്ടുവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പേഴ്സാണ്. ബട്ടുവേസെ പേസെ ചുരാന, ചുരാനെ കാ ഖ്യാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പണം അടിച്ചു മാറ്റാനുള്ള ചിന്ത. അപ്പോൾ ചുരാന എന്ന് പറഞ്ഞാൽ എന്താ? മോഷ്ടിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ആത്തെ വക്ത്, ആ നിമിഷം, ഉസ് ബൂരി ആദത്ത് പർ, ആ മോശം ശീലം. ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം, അതൊരു മോശമായ ശീലമാണല്ലേ, സ്വഭാവമാണ് എന്നവൻ ആ നിമിഷം തന്നെ തിരിച്ചറിയുകയും ക്ഷമ മാങ്ക, ആരോടാണ് അവൻ ക്ഷമ ചോദിക്കുന്നത്? നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു, ഈശ്വരനോട് അവൻ ക്ഷമ ചോദിക്കുന്നു. തബ് ഈശ്വർ കാ ഖ്യാൽ ആയ, അപ്പോഴാണ് അവന് ഈശ്വരൻ്റെ ഓർമ്മ വന്നത്. മൻമേ ഏക് ഉത്സാഹ് ആഗയ, അപ്പോൾ അവൻ എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷ വന്നു, മനസ്സിലൊരു ഉത്സാഹം വന്നു. അപ്പോൾ ഈശ്വരനോട് ഇങ്ങനെ ക്ഷമ ചോദിക്കണമല്ലോ എന്ന് കരുതി ക്ഷമ ചോദിക്കുമ്പോഴാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്, അമ്മ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമുക്കെല്ലാത്തിനും ആര് കൂടെയുണ്ട്? ഈശ്വരൻ കൂടെയുണ്ട്. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന, എല്ലാം നൽകുന്ന ഈശ്വരന് ഒരു ചെറിയ കഷ്ണം സഫേദ് ഗുഡ്, വെള്ള ശർക്കര തരാൻ പറ്റില്ലേ എന്ന് നമ്മുടെ ഈ കഥയിൽ ഈ കുട്ടി ചിന്തിക്കുന്നു അല്ലേ? എന്നിട്ട് അവൻ എന്ത് ചോദിച്ചു? മൻമേ ഏക് ഉത്സാഹ ആഗയ ഏസാ കുച്ച് ബി നഹി ജോ ഈശ്വർ ന കർ സക്കെ. അപ്പൊ തന്നെ അവൻ ചിന്തിക്കുകയാണ് ഈശ്വരന് നൽകാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. तो
ക്യാ വഹ് തോടാ സ ഗുഡ് നഹി ദിലാ സക്ത. അപ്പോൾ എന്താ ഈശ്വരന് ചെറിയ ഒരു കുറച്ച് ഗുഡ് അല്ലേ ശർക്കര നൽകാൻ കഴിയില്ലേ? ഇസി വിചാർ സെ പൂജ കർണേ ബേട്ട. ആ ചിന്തയോടുകൂടി അവൻ പൂജ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൻ്റെ ആ വിശ്വാസവുമായിട്ട് അല്ലെ, ഈശ്വരൻ വിചാരിച്ചാൽ ഒരിത്തിരി ശർക്കര നൽകുക എന്നുള്ളത് ഒരു പ്രയാസവും ഉള്ള കാര്യമല്ല എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് പൂജാമുറിയിൽ കയറി അവൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തബി മാനെ, അപ്പോഴാണ് അമ്മ ബാസാർ സെ നമക് ലേ ആനെ കോ കഹ. ബാസാർ സെ, ബാസാറിൽ നിന്ന്, നമക് എന്താണ്? നമക് എന്താണ്? ഉപ്പ്. ബാസാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കവലയില്ലേ, ചെറിയ ടൗൺ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ നാൽക്കവല പോലെയുള്ള കുറച്ച് കടകളൊക്കെ ഉള്ള ആ സ്ഥലത്തുള്ള ഒരു ചെറിയ ടൗണ്. ആനേക്കോ കഹ, വരാൻ പറഞ്ഞു. ബാസാർ കി ഓർ ചൽത്തെ വക്ത്, ബാസാറിലേക്ക്. ചൽന എന്ന് പറഞ്ഞാൽ എന്താ? ആ നടക്കുന്ന സമയം. മസ്ജിദ് കെ പാസ് സെ അഠന്നി മിലി, എവിടെ നിന്ന് അവന് കിട്ടി? 8 അണ. മസ്ജിദ് കെ പാസ്, ആ ഒരു പള്ളിയുണ്ട്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മുസ്ലിം പള്ളിയാണ്. ആ പള്ളിയുടെ അടുത്ത് നിന്ന് അവനൊരു 8 അണ കിട്ടി. ജറൂർ ഈശ്വരനെ ദിയാത്ത, അപ്പൊ അവൻ വിശ്വസിച്ചു. ജറൂർ, തീർച്ചയായും ഇതാര് നൽകിയതാണ്? ഈശ്വരനെ ദിയാത്ത, എനിക്ക് ഈശ്വരൻ നൽകിയതാണ്. ഞാൻ ഇത്രയും സമയം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നില്ലേ? ലേക്കിൻ പൻസാരി കി ദുകാൻ കെ ധനിയെ കെ ഡിബ്ബെ മേ ഗയി അഠന്നി കേസ് അപ്രത്യക്ഷ ഹുയി. പക്ഷേ ഇവിടെ പലചരക്ക് കച്ചവടം നടത്തുന്ന ആളുടെ കടയിലെത്തിയപ്പോൾ ധനിയേക്കെ ഡിബ്ബേമേ, ധനിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മല്ലിയുടെ ഡിബ്ബയിലേക്ക് അഠന്നി കേസേ അപ്രത്യക്ഷ ഹുയി. എങ്ങനെയാണ് ആ 8 അണ അപ്രത്യക്ഷമായത്? ഹേ ഈശ്വർ, എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണല്ലേ, ഇവിടെ പറയാണ് ഹേ ഈശ്വർ തുമ്നെ മേരെ സാത്ത് ഏസാ ക്യൂ കിയാ, അല്ലെ നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഡയറി എഴുതി നിർത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ ഡയറി എഴുതാറുണ്ട്. നമ്മൾ എന്താണ് എഴുതുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഡയറി എന്ന് പറയുന്നത് ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറിച്ച് ഇന്നലെ ഇല്ലാത്ത എന്താണോ പ്രത്യേകമായി ഇന്ന് നമ്മുടെ ലൈഫിൽ നടന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ഡയറി നമ്മൾ തയ്യാറാക്കിയല്ലോ. 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് മറ്റൊരു ഉപകാരമുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റേത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണെന്നറിയാമോ? ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം 7 മാർക്കിനോ അതല്ലെങ്കിൽ 8 മാർക്കിനൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ച് സെറ്റ് ആക്കിക്കോളൂ.